സൈനിക മേധാവിത്വത്തെയും മിഡിൽ ഈസ്റ്റിലെ അവരുടെ പ്രതിരോധ തന്ത്രങ്ങളെയും പാടെ ഉലയ്ക്കുന്ന നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജോർദാനിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അമേരിക്ക മുൻപ് സമ്മതിച്ചതിനേക്കാൾ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഉപഗ്രഹ ചിത്രങ്ങളും സമുദ്ര വ്യോമ നിരീക്ഷകരുടെ വിവരങ്ങളും ഔദ്യോഗിക പ്രസ്താവനകളും വിശദമായി വിശകലനം ചെയ്തുകൊണ്ടാണ് അന്താരാഷ്ട്ര മാധ്യമം ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മേഖലയിലെ അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താവളങ്ങളിൽ ഒന്നായ ജോർദാനിലെ മുഫഗഫ് സാൽട്ടി എയർബേസിനെ ലക്ഷ്യമാക്കിയാണ് ഇറാന്റെ പ്രധാന ആക്രമണങ്ങൾ നടന്നത്. US-ന്റെ അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വിന്യസിച്ചിരിക്കുന്ന ഈ താവളത്തിന് നേരെ തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായത്. മുൻപ് ഈ ആക്രമണങ്ങളുടെ തീവ്രത കുറച്ചു കാണിക്കാൻ പെന്റഗൺ ശ്രമിച്ചിരുന്നെങ്കിലും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചനകൾ മറിച്ചാണ്. അമേരിക്കൻ സൈന്യത്തിന്റെ അഭിമാനമായ ഒന്നിലധികം UH-16 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് ഈ ആക്രമണത്തിൽ ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, മറിച്ച് അതീവ ആസൂത്രിതമായ ഒരു സൈനിക നീക്കത്തിന്റെ ഭാഗമാണെന്ന് വിലയിരുത്തേണ്ടി വരും. തങ്ങളുടെ മിസൈൽ സാങ്കേതിക വിദ്യ എത്രത്തോളം കൃത്യതയുള്ളതാണെന്ന് തെളിയിക്കാൻ ഇറാന് ഈ ആക്രമണത്തിലൂടെ സാധിച്ചു. അമേരിക്കയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും മറികടന്നാണ് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചത്. ഇത് US സൈനിക കേന്ദ്രങ്ങളെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളുടെ താവളങ്ങൾ ഇനിമേൽ സുരക്ഷിതമല്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വാഷിംഗ്ടൺ നിർബന്ധിതരായിരിക്കുകയാണ്. ന്യൂയോർക്ക് ടൈംസിന്റെ വിലയിരുത്തൽ അനുസരിച്ച് ഈ സംഘർഷത്തിനിടയിൽ അമേരിക്കയുമായി ബന്ധമുള്ള കുറഞ്ഞത് 17 സൈനിക കേന്ദ്രങ്ങളിലെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 11 പൂർണ്ണമായും അമേരിക്കൻ സൈന്യത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഔദ്യോഗിക ഇൻസ്റ്റലേഷനുകളാണ് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇത്രയധികം കേന്ദ്രങ്ങൾ ഒരേ സമയം ലക്ഷ്യമിടാൻ ഇറാന് സാധിച്ചത് അവരുടെ വിപുലമായ നിരീക്ഷണ ശൃംഖലയുടെയും സഖ്യശക്തികളുടെയും കരുത്ത് വ്യക്തമാക്കുന്നതാണ്. അമേരിക്കയുടെ പ്രാദേശിക സ്വാധീനത്തിന് മേൽ കനത്ത പ്രഹരമേൽപ്പിക്കാൻ ഇറാന് ഇതിലൂടെ സാധിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഈ വൻ നാശനഷ്ടങ്ങളെ കുറിച്ച് പരസ്യമായ പ്രതികരണങ്ങൾക്ക് US മിലിറ്ററി ഇതുവരെ തയ്യാറായിട്ടില്ല. തങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും സംഭവിച്ച തകരാറുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുമെന്ന ഭയം പെന്റഗണിനുണ്ട്. അതോടൊപ്പം തന്നെ ആഭ്യന്തരമായി ഉണ്ടാകാനിടയുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും പരസ്യമായ ഒരു ഏറ്റുപറച്ചിലിൽ നിന്ന് അമേരിക്കയെ പിന്തിരിപ്പിക്കുന്നു. എന്നാൽ നിശബ്ദത പാലിക്കുമ്പോഴും പശ്ചാത്തലത്തിൽ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അമേരിക്കൻ സൈനിക നേതൃത്വം. മിഡിൽ ഈസ്റ്റിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രാദേശിക സംഘർഷങ്ങളുടെ തീവ്രത വരും ദിവസങ്ങളിൽ എത്രത്തോളം വർദ്ധിക്കുമെന്നതിന്റെ സൂചനയാണ് ഈ റിപ്പോർട്ട് നൽകുന്നത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. പ്രകോപനങ്ങൾ ഇരുഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും തങ്ങളുടെ പ്രധാന താവളങ്ങൾക്ക് നേരെ ഉണ്ടായ ഈ പ്രഹരം അമേരിക്കയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. പ്രത്യാക്രമണത്തിന് മുതിർന്നാൽ അത് മേഖലയെ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് ഇരുപക്ഷത്തിനുമുണ്ട്. കീഴടങ്ങാൻ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇറാൻ ഈ ആക്രമണങ്ങളിലൂടെ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും നൽകുന്നത്. തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന ഏതൊരു നീക്കത്തിനും ശക്തമായ മറുപടി നൽകാൻ കെൽപ്പുണ്ടെന്ന് അവർ തെളിയിച്ചു കഴിഞ്ഞു. ഈ മിസൈൽ സ്ട്രൈക്കുകൾ മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പ്രതിരോധ കവചങ്ങൾ ഭേദിക്കാൻ കഴിയാത്തവയല്ല എന്ന ചിന്ത ഇതോടെ ശക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളുടെ ദുർബലതയാണ് ഈ വിലയിരുത്തൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇറാന്റെ സാച്ചുറേഷൻ ഡ്രോൺ ആക്രമണങ്ങളെ തടയാൻ കഴിഞ്ഞില്ല. ഒരേ സമയം ഒന്നിലധികം ഡ്രോണുകളും മിസൈലുകളും അയച്ച പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്ക്രിയമാക്കുന്ന തന്ത്രമാണ് ഇറാൻ ഇവിടെ പറ്റിയത്. ഇത് ഭാവിയിൽ അമേരിക്കൻ താവളങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നു. ജോർദാനിലെ മുവഫഖ് സാൽട്ടി എയർബേസിനുണ്ടായ തകർച്ച തന്ത്രപരമായി അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ സൈനിക നീക്കങ്ങൾക്ക് US പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് ഈ താവളത്തെയായിരുന്നു. ഇവിടെയുള്ള ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതോടെ അടിയന്തര സാഹചര്യങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള അമേരിക്കയുടെ ശേഷിയെ അത് താൽക്കാലികമായി ബാധിക്കും. തകർന്ന വിമാനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും താവളത്തിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും അമേരിക്കയ്ക്ക് ഇനി വലിയ തുക ചെലവഴിക്കേണ്ടി വരും. ഈ സംഭവ വികാസങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളെയും കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട്.
തങ്ങളുടെ മണ്ണിലുള്ള US സൈനിക താവളങ്ങൾ ഇറാന്റെ ലക്ഷ്യപട്ടികയിലുണ്ടെന്ന തിരിച്ചറിവ് ജോർദാൻ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നു. അമേരിക്കയ്ക്ക് താവളങ്ങൾ അനുവദിക്കുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ എന്ന ചർച്ചകൾ ഈ രാജ്യങ്ങളിൽ സജീവമായിട്ടുണ്ട്. ഇത് മേഖലയിലെ നയതന്ത്ര സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനം വ്യക്തമാക്കുന്നത് ആക്രമണം അതീവ കൃത്യതയോടെയാണ് നിർവഹിക്കപ്പെട്ടത് എന്നാണ്. താവളത്തിലെ വിമാനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഹാങ്കറുകളെയും സാങ്കേതിക വിഭാഗങ്ങളെയുമാണ് മിസൈലുകൾ കൃത്യമായി ലക്ഷ്യം വെച്ചത്. ഇറാന്റെ പക്കലുള്ള ഗൈഡഡ് മിസൈലുകളുടെ ശേഷി പാശ്ചാത്യ രാജ്യങ്ങൾ വിലയിരുത്തുന്നതിനേക്കാൾ എത്രയോ മുകളിലാണെന്ന് ഇത് തെളിയിക്കുന്നു. ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ കൈവരിച്ച സൈനിക മുന്നേറ്റം അമേരിക്കയെ അമ്പരിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ ഈ വാർത്ത പുറത്തുവിട്ടത് ബൈഡൻ ഭരണകൂടത്തിന് ആഭ്യന്തരമായി വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വിദേശത്തുള്ള അമേരിക്കൻ സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന വിമർശനം പ്രതിപക്ഷം ശക്തമാക്കി കഴിഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഈ വിഷയം വലിയ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. സൈനിക നഷ്ടങ്ങൾ ഒളിച്ചുവെക്കാൻ ശ്രമിച്ചതിലൂടെ ജനങ്ങളുടെ വിശ്വാസ്യത തകർന്നു എന്ന ആരോപണവും ഭരണകൂടം നേരിടുന്നു. അതേസമയം ഇറാന്റെ ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ചേരിതിരിവുകൾക്ക് വഴിതെളിച്ചേക്കാം. റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ഇറാൻ പുലർത്തുന്ന സൈനിക സഹകരണം ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാമെന്നാണ് പാശ്ചാത്യ നിരീക്ഷകർ കരുതുന്നത്. ആധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയിലും സൈനിക തന്ത്രങ്ങളിലും ഇറാൻ കൈവരിച്ച ഈ മേധാവിത്വം ആഗോളതലത്തിൽ അമേരിക്കയുടെ ഏകധ്രുവ മേധാവിത്വത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഭാവിയിൽ മേഖലയിലെ തങ്ങളുടെ സാന്നിധ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് അമേരിക്കയ്ക്ക് കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ തുക നീക്കിവെക്കേണ്ടി വരുന്നത് US സമ്പദ് വ്യവസ്ഥയ്ക്കും ഭാരമാകും. കൂടാതെ കൂടുതൽ സൈനികരെ മേഖലയിലേക്ക് അയക്കുന്നത് പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചേക്കാം. ഇതിനകം തന്നെ പല യുദ്ധമുഖങ്ങളിൽ വ്യാപൃതരായ അമേരിക്കയ്ക്ക് ഇത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഈ വിലയിരുത്തൽ വെറുമൊരു വാർത്താ റിപ്പോർട്ട് മാത്രമല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ US അപ്രമാദിത്വത്തിന്റെ തകർച്ചയുടെ സാക്ഷ്യപത്രമാണ്. ഇറാന്റെ മിസൈൽ കരുത്തിനു മുന്നിൽ അമേരിക്കൻ പ്രതിരോധം പതറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്ക ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിന്റെയും ലോകത്തിന്റെയും തന്നെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നത്.